ഉടലും വാക്കും എന്ന സെഷനാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. പൊതുവെ നമ്മൾ പലപ്പോഴും കവിത അവതരണ കവിത എന്നൊക്കെ പല മട്ടിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ഡിസ്കോഴ്സിനെ മുൻനിർത്തിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അവതരണ കവിതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന ഒരു എതിർ ചോദ്യം, കവിത അവതരിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഡിസ്കോഴ്സും കവിത വായിക്കാനുള്ളതല്ലേ എന്നുള്ള ഒരു നോർമലി അങ്ങനെ ആളുകൾ ചോദിച്ചു വരാറുണ്ട്. അപ്പം എഴുതപ്പെട്ട കവിത, വായിക്കപ്പെടുന്ന കവിത, എന്നാൽ അടുത്തൊരു ലെയറിലാണ് നമ്മൾ അവതരണ കവിതയെ പരിഗണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കവിത ഇറ്റ് സെൽഫ് ഒരു പെർഫോമറ്റീവ് ജെസ്റ്ററാണ്. കാരണം നമ്മൾ മലയാളത്തിൽ പ്രത്യേകിച്ചും ഭാഷാശാസ്ത്രത്തിൽ സ്വനം എന്നാ പറയുക, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഭാഷയുടെ ഏറ്റവും കണിക രൂപത്തിന് ആ ശബ്ദത്തെ എല്ലാ സ്വനങ്ങളും നമ്മൾ ഭാഷാ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെ സംസാര ഭാഷയിലാണെങ്കിലും അല്ലെങ്കിൽ കവിതയിലാണെങ്കിലും നമ്മൾ അത്രയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നില്ല. സാധാരണമായ ജീവിത ഭാഷയിൽ നിന്നും കവിത എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ആംഗിയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഡേ ടു ഡേ ലൈഫിലെ കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന ഒരു സാധ്യത കവിത എന്ന ഭാഷാരൂപം തരുന്നുണ്ട്. അപ്പോൾ കവിത കൈകൊണ്ട് മാത്രമല്ല എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ശരീരസ്ഥമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു സ്പീച്ച് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് പെർഫോമൻസ് പോയിട്രി എന്നുള്ള ഒരു ഡിസ്കോഴ്സ് തന്നെ വളരെ വിപുലമായി കണ്ടംപററി ആർട്ടിൻ്റെ ഡിസ്കോഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ്. മലയാളത്തിൽ സംബന്ധിച്ചിടത്തോളം മലയാളം ഒട്ടനവധി കവിതയുടെ അവതരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഭാഷയാണ്. നമുക്കറിയാം, നമ്മൾ കടമ്മനിട്ടയെ പോലെ അല്ലെങ്കിൽ ഡി വിനേന്ദ്രൻ പോലെയുള്ള കവികൾ ആധുനികതയുടെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള കവിതയുടെ അല്ലെങ്കിൽ ചൊല്ലാട്ടത്തിൻ്റെ കവിത അവതരണത്തിൻ്റെ തന്നെ കവിത ചൊല്ലുന്ന രീതിയുടെ തന്നെ പല മാതൃകകൾ, അതിനു മുമ്പ് കുറെ കൂടെ പുറകോട്ട് പോയ കുഞ്ചൻ തമ്പ്യാരടക്കമുള്ള കവികളുടെ തുള്ളൽപ്പാട്ടിൻ്റെ ഒക്കെ തന്നെയുള്ള പലവിധമായ പ്രകാശനങ്ങൾ നമ്മളെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവതരണ കവിത എന്ന് പറയുന്നതും അതിൻ്റെ ഡിഫറൻസിനൊക്കെ നമുക്ക് വരാം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റ് അത്ര പുതുതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സമകാലികതയിൽ അത്തരം പ്രവർത്തനങ്ങൾ കവിത ചൊല്ലലിലും ശരീര കവിതയിലും ഒക്കെ പ്രവർത്തിക്കുന്ന കവികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു അത്രേ സമയമുള്ളൂ. അതുകൊണ്ട് രാമൻ മാഷിന് തുടങ്ങാം. പി രാമനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ കവിത അവതരണത്തിൻ്റെ എന്താണ് താങ്കൾക്ക് കവിത അവതരണം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത്? ഇങ്ങനെയൊരു സെഷൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഭൂമിൻ്റെ പേരാണ് നാടകം എന്ന് എഴുതുകയും തൻ്റെ ഉടലുകൊണ്ടത് പാടുകയും എത്രയോ വേദികളിൽ തൻ്റെ നാടകപ്പാട്ടുമായി നടക്കുകയും ചെയ്ത വിജേഷിനെ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ തുടങ്ങുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വിജേഷിനെ ഓർമ്മിക്കാതെ പറ്റില്ല. വിജേഷിൻ്റെ നാടകപ്പാട്ടുകൾ കവിതയായിട്ട് അച്ചടിക്കണം. ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്ന തിളനിലയിൽ ഒരു ലക്കത്തിൽ വിജേഷിൻ്റെ നാടകപ്പാട്ടുകൾ അച്ചടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും വിജേഷുമായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. പിന്നെ അത് പ്രായോഗികമായിട്ട് നടന്നില്ല എന്ന് മാത്രം. അതിൻ്റെ പകർത്തി എഴുതലും ഒന്നും ആ സമയത്ത് നടന്നില്ല. അപ്പോൾ വിജേഷിനെ പോലൊരു പെർഫോമറെ അദ്ദേഹം ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അദ്ദേഹത്തെ ഓർത്തുകൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സെഷൻ തുടങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തെ നമ്മളെല്ലാവരും ചേർന്ന് ഓർമ്മിക്കുന്നു. എനിക്ക് തോന്നുന്നത് ശരീരത്തിൻ്റെ ഒരു നീട്ടലാണ് എല്ലാ കലകളും ശരീരത്തിൻ്റെ ഒരു നീട്ടലാണ്.
ഒരു എക്സ്റ്റൻഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നൃത്തത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നൃത്തം എന്ന് പറയുന്നത് കയ്യിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചലനത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു നീട്ടലാണ്. അതൊരു കലയായിട്ട് മാറുകയാണ് നൃത്തം. ഇനി ഗാനമോ തൊണ്ടയുടെ ഒരു നീട്ടലാണ്, അല്ലേ? തൊണ്ടയുടെ ഒരു നീട്ടലാണ് ഗാനം എന്ന് പറയുന്നത്. ഇനി വാദ്യമോ, കൊട്ട് വാദ്യമോ, അതും കയ്യിൻ്റെ ഒരു നീട്ടലാണ്. പക്ഷേ അവിടെ എത്തുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം? നൃത്തത്തിനും ഗാനത്തിനും ഇല്ലാത്തൊരു വ്യത്യാസം വന്നു കൊട്ടിന് വേറൊരു പ്രതലം ആവശ്യമാണ്. വെറുതെ വായുവിൽ വീശിയ ശബ്ദം ഉണ്ടാവില്ല, അല്ലേ? ഒരു 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 പ്രതലം വേണം. ആ പ്രതലത്തിൽ തട്ടുമ്പോഴാണ് ശബ്ദം വരുന്നത്. അതോടുകൂടി ആ തട്ടിക്കഴിഞ്ഞാൽ അവിടെ പൂർത്തിയായി, മുഴുവനായി. കൈയ്യ് പിൻവലിച്ചാൽ തീർന്നു. ഒരു പഞ്ചവാദ്യം നമ്മൾ കേട്ട് ആസ്വദിച്ചു, പഞ്ചവാദ്യം അവിടെ കഴിഞ്ഞു, പിന്നെ അത് നിലനിൽക്കുന്നില്ല. വേണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് നിർത്തണം, അത്രേ പറ്റുള്ളൂ. ഇനി അതും കഴിഞ്ഞ് അടുത്തൊരു മീഡിയത്തിലേക്ക് ഞാനിങ്ങനെ അകന്നകന്ന് പോവാണേ. നൃത്തത്തിൽ നിന്ന് തുടങ്ങി ഗാനം, വാദ്യം, ഇനി ചിത്രം എടുക്കൂ. ചിത്രമോ ശില്പമോ രണ്ടും ഒന്നാണ്. സുധീഷിനെ കുറിച്ച് കൂടെ പറയാൻ പറ്റും. ഒന്നുകൂടി അകന്നു. ഇവിടെ അതേ വേറൊരു പ്രതലം വേണം. ശരീരത്തിൻ്റെ ഒരു നീട്ടൽ തന്നെ, കൈകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. കയ്യിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ചിത്രവും ശില്പവും ഒക്കെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വാദ്യത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. വാദ്യത്തിൽ നിന്ന് ഒന്നുകൂടി അകന്നു. അത് വാദ്യത്തിലെ അടിച്ച് കൈ പിൻവലിച്ചാൽ അത് മാഞ്ഞുപോയി. പക്ഷേ ചിത്രത്തിലെ വരച്ച് കൈ പിൻവലിച്ചാലും, ശില്പത്തിൽ അത് നിർമ്മിച്ച് കൈ പിൻവലിച്ചാലും ചിത്രവും ശില്പവും അവിടെ തന്നെ ഉണ്ട്. ശരീരം മാറിയാലും കല അവിടെ തന്നെ ഉണ്ട്. ഇനി അതിനും പിന്നിലാണ്, അതിനേക്കാൾ അകലത്തിലാണ് ഭാഷാവ്യവഹാരമായിട്ടുള്ള കല, കവിത, കാവ്യകല. കവിത ഒന്നുകൂടി അകലത്തിലാണ്. കാരണം അത് ശരീരത്തിൻ്റെ തുടർച്ചയാണ്, ഭാഷയുടെ തുടർച്ചയാണ്. പറഞ്ഞാൽ തീരും. പഴയ കാലത്ത് നാടോടിപ്പാട്ടുകളുടെയൊക്കെ കാലത്ത് പാടി അങ്ങോട്ട് തീരാണ്, കഴിഞ്ഞു അവിടെ. പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതി വെക്കാൻ റിട്ടൺ വേർഡ്, ലിഖിതമായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ചിത്രത്തെക്കാൾ ശില്പത്തെക്കാൾ ഒന്നുകൂടി അകലാണ്. ഈ അകലം കൂടുന്തോറും സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളൊരു പ്രശ്നം വരും. ഒരു നൃത്തം കണ്ട് മനസ്സിലാവില്ല എന്ന് നമ്മൾ ആരും പറയാറില്ല. ഒരു നൃത്തം കണ്ടിട്ട് മനസ്സിലായില്ല ആരും പറയില്ല. ഒരു പഞ്ചവാദ്യം കേട്ടിട്ട് അല്ലെങ്കിൽ തായമ്പക കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. പക്ഷെ ഈ മനസ്സിലാവായിക തുടങ്ങുന്നത് ചിത്രം തൊട്ടിട്ടാ. കാരണം അവിടെ കൈ പിൻവലിച്ചാലും വേറൊരു പ്രതലം അത് അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ശരീരത്തിൻ്റെ തുടർച്ചയാണ് ഏതാർട്ടും ഏത് കലയും. അതിന്ന് അകലം കൂടുന്തോറും കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിൻ്റെ സാധ്യത കുറഞ്ഞു വരും. അപ്പോഴാണ് ഈ മനസ്സിലാവായികയൊക്കെ തുടങ്ങുന്നത്. ഇനി ഇതിനെ ഞാൻ റിവേഴ്സ് ചെയ്ത് പറയാൻ പോവാണ്. ഏത് ആർട്ടും ഏത് കലയും തൻ്റെ ആദി ഉറവയായ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഏത് കലയും തൻ്റെ ആദ്യത്തെ തുടക്കമായ ശരീരത്തിൻ്റെ നീട്ടലാണല്ലോ അതൊക്കെ, ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ, തൻ്റെ ശരീരത്തെ തിരിച്ചു പിടിക്കാൻ ഏത് കലയും ആഗ്രഹിക്കുന്നുണ്ട്. കവിതയും ശരീരത്തെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കവിത കാവ്യകല, അതിൻ്റെ ഉള്ളിൽ കവിതയ്ക്കകത്ത്, ഏത് കവിതയ്ക്കകത്തും മനുഷ്യൻ്റെ ഒരു ശരീരം കിടക്കുന്നുണ്ട്. അത് ആ കവിത ആദ്യമായിട്ട് ഏത് ശരീരത്തിൽ നിന്നാണോ പുറപ്പെട്ടത്, ആ മനുഷ്യൻ്റെ ശരീരം ഒരു കവിതയ്ക്കകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ശരീരത്തിലേക്കുള്ള തിരിച്ചുവരവാണ് കവിത വായന, കവിതാവതരണം. തൻ്റെ ആദിമമായ ഏത് ശരീരത്തിൽ നിന്നാണോ കവിത മുളപൊട്ടി വന്നത്, ആ ശരീരം കവിതയ്ക്കുള്ളിലുണ്ട്. കവിതയ്ക്കുള്ളിലുള്ള ശരീരത്തിലേക്ക് തിരിച്ചു വരലാണ്, ആ ശരീരത്തെ തിരിച്ചു പിടിക്കലാണ് കാവ്യാവതരണം. അല്ലെങ്കിൽ അതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. കവിത കാവ്യാവതരണം അതാണ്. അവതരണ കവിതയും അത് തന്നെയാണ്. അവതരണ കവിത
ആ ശരീരത്തെ സാക്ഷാത്കരിക്കലാണ്. അതാണ് അവതരണ കവിത. കാവ്യാവതരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ശരീരത്തെ മനസ്സിലാക്കൽ, അറിയൽ മാത്രമാണെങ്കിൽ എങ്കിൽ ആ ശരീരത്തെ സാക്ഷാത്കരിക്കലാണ് അവതരണ കവിത എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ശരീരത്തെ തിരിച്ചു പിടിക്കലാണ്. ശരീരം കവിതയ്ക്ക് ഉള്ളിലുണ്ട്. തൻ്റെ ഉള്ളിലുള്ള ആദിമ ശരീരത്തെ തിരിച്ചു പിടിക്കലാണ് കവിതാ അവതരണം കൊണ്ട്, അവതരണ കവിത കൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത്. പക്ഷെ അതേസമയം അവതരണ കവിതയും കാവ്യാവതരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ അവതരണ കവിതയിൽ ശരീരം തന്നെ കവിതയാക്കലാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിഷ്ണുപ്രസാദും ഞാനും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ കാവ്യം അവതരിപ്പിക്കുന്ന ആളാണ്. വിഷ്ണുപ്രസാദ് ശരീരം തന്നെ കവിതയാക്കി കാവ്യാവതരണം, എനിക്ക് തോന്നുന്നു സുധീഷും അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, അപ്പോൾ ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഒരു ആരംഭം എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ. അതെ, അവതരണ കവിതയ്ക്കുള്ളൊരു ആമുഖം വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തു. അടുത്തത് എനിക്ക് തോന്നുന്നു നൃത്തത്തെക്കുറിച്ച് രാംമാഷ് സൂചിപ്പിച്ചു. അപ്പോൾ ആര്യ ഗോപിയിലേക്ക് വരാം. വിഷ്ണുവിലേക്ക് വരുന്നതിന് മുമ്പ് ആര്യ എങ്ങനെയാണ് ഈ അവതരണ കവിതയെ അഭിസംബോധന ചെയ്യുന്നത്? എല്ലാവർക്കും നമസ്കാരം. കവിത ചെറുപ്പകാലം തൊട്ടേ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എഴുതിയ കവിത ചൊല്ലാൻ ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എഴുതിയ കവിത ഉറക്കെ ചൊല്ലുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകളുടെ കണ്ണിലെ ഒരു തിളക്കം, അവരുടെ ഒരു ശ്രദ്ധ, അതൊക്കെ നമ്മളെ ഇങ്ങനെ രസിപ്പിച്ചിട്ടുണ്ട്, നമ്മളത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ കവിത ചൊല്ലുമ്പോൾ അത് ഏത് രീതിയിലാണ്, അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ചെറു ചലനങ്ങളൊക്കെ വരും. നമ്മൾ ജസ്റ്റേഴ്സ് ഉപയോഗിക്കും, നമ്മളുടെ മുഖത്ത് ഭാവങ്ങൾ വരും. അതൊരു തവണ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ ആയിരിക്കില്ല അടുത്ത തവണ ചൊല്ലുമ്പോൾ ഉള്ളത്. അതിനൊരിക്കലും ഒരു ആദ്യമേ ചിട്ടപ്പെടുത്തി വെച്ച ഒരു താളമോ ഒരു ഗതിയോ അതിനുണ്ടാകില്ല. ഓരോ കവിതയും ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ പുതിയ ജന്മം പോലെ പുനർജനിക്കുകയാണ് ചെയ്യുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അനുകരിക്കാൻ പോലും മറ്റൊരാൾക്ക് സാധിക്കില്ല. എനിക്ക് എൻ്റേതായ രീതിയിലുള്ള ഒരു ചൊല്ലൽ വഴിയാണുള്ളത്. ഞാനൊരു ഗായിക അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ പാകപ്പിഴകൾ പോലും അതിൻ്റെ സൗന്ദര്യമായിട്ട് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പാനലിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കാനുള്ളൊരു കാരണം കവിതയും നൃത്തവും കൂടി ചേർന്ന് വരുന്ന ഒരു പ്രൊജക്റ്റ് ഒരു വിദേശ രാജ്യത്ത് പോയി അവതരിപ്പിക്കാൻ, ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഈ അടുത്ത് ഒരു അവസരമുണ്ടായി. അപ്പം നൃത്തം ഒരുപാട് കാലമായിട്ട് പഠിക്കുന്നത് കൊണ്ട്, അത് നേരത്തെ രാമൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ നൃത്തം അറിയാത്തൊരാൾക്ക് പോലും നൃത്തം ഏറ്റവും സ്വാഭാവികമായി ആസ്വദിക്കാനുള്ള ഒരു സൗന്ദര്യാത്മകതയൊക്കെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ മുദ്രകളെക്കുറിച്ചോ ഭാവങ്ങളെക്കുറിച്ചോ ലാസ്യ നടനങ്ങളെക്കുറിച്ചോ ഒന്നും കൃത്യമായി സാങ്കേതികമായിട്ടൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ആ സാഹിത്യവും സംഗീതവും അഭിനയവും ഒക്കെ ചേർന്ന് വരുന്ന ആ ഒരു പെർഫോമൻസിൽ മയങ്ങിയിരിക്കാറുണ്ട്. ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മുദ്രകളെല്ലാം, നമ്മൾ നൃത്തത്തിൽ കാണിക്കുന്ന മുദ്രകളെല്ലാം, അത് ക്ലാസിക്കൽ നൃത്തമായിക്കോട്ടെ നാടോടി നൃത്തമായിക്കോട്ടെ, ഇതിൻ്റെ ഇടയിലൊന്നും നമ്മളിങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാത്ത, നമുക്ക് പേരിടാൻ പറ്റാത്ത നൃത്തമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ ജീവിതം പോരാ എന്ന് തോന്നുന്നത് കൊണ്ടാണ് മനുഷ്യൻ കലയിലേക്ക് എടുത്ത് ചാടുന്നത്. ഈ ഭൂമിയുടെ പേര് തന്നെ നാടകം എന്നൊരു നാടകക്കാരൻ, ഈ കോഴിക്കോട് ഉള്ളൊരു നാടകക്കാരൻ പറഞ്ഞു വെച്ചതുപോലെ ഈ മുദ്രകൾ തന്നെ കവിതകളാണല്ലോ. നമ്മൾ പതാക എന്ന് കാണിക്കുമ്പോൾ, ത്രിപതാക എന്ന് കാണിക്കുമ്പോൾ, മുദ്രാക്യം എന്ന് കാണിക്കുമ്പോൾ ഇതെല്ലാം സ്വയം കവിതകളാണല്ലോ എന്നൊരു തോന്നൽ എപ്പോഴും ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഈ മുദ്രകൾ കവിതയായി എഴുതിയാൽ എന്തുണ്ടാകും എന്നാലോചിക്കുകയാണ്. അങ്ങനെ മുദ്രകൾ കവിതകളായി, മോഹിനിയാട്ടത്തിലുള്ള 24 മുദ്രകൾ 24 കവിതകളായി എഴുതുകയാണ്. പക്ഷെ അവിടെ കൊണ്ട് ആ ഒരു പരീക്ഷണം അവസാനിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ്. കവിത ചൊല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സഹകവികളെല്ലാം അത്തരം പരീക്ഷണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഏർപ്പെടുകയാണ്. മുദ്രകൾ വെച്ച് 24 കവിതകൾ എഴുതുന്നു, 24 മുദ്രകൾ വെച്ച് 24 കവിതകൾ എഴുതുന്നു. അതൊരു നമ്മളുടെ ഒരു ഭാവന, പരിസരത്ത് നിന്ന് പലതരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ വരുന്ന കവിതകളാണ്. അത് പിന്നീട് ഒരു വീഡിയോ പോയിട്രി ആക്കി മാറ്റുകയാണ്. അപ്പോൾ നോക്കൂ, നൃത്തം വരുന്നു, ഭാഷ വരുന്നു, കവിത വരുന്നു, എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അതിനെ ഒരു വീഡിയോ പോയിട്രി ആക്കി മാറ്റിയിട്ട് പിന്നീട് അതിനെ ഒരു ഇൻസ്റ്റലേഷൻ ആക്കി അവതരിപ്പിക്കുകയാണ്.
ഒരു വീഡിയോ പോയിട്രി ഇൻസ്റ്റലേഷൻ. അങ്ങനെ വളരെ സ്വപ്നതുല്യമായ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളിടത്താണ് എൻ്റെ ഒരു കാവ്യ ജീവിതത്തിൽ ഒരു പെർഫോമൻസ് പോയിട്രിയുടെ ഒരു അവസരം വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും നവസാങ്കേതിക വിദ്യ ആയിട്ടുള്ള VR ടെക്നോളജിയൊക്കെ, വെർച്വൽ റിയാലിറ്റി ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് ഒരു കൈപ്പത്തി നമ്മളിങ്ങനെ നീട്ടുമ്പോൾ ഒരു കറുത്ത പനോരമിക് സ്ക്രീനിൽ നമ്മളുടെ കവിത ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഒരു മുദ്ര ഇങ്ങനെ തെളിഞ്ഞു വരുന്നു, മുദ്രയെ അനുഗമിച്ചുകൊണ്ട് കവിത ഇങ്ങനെ വരുന്നു. നോക്കൂ എന്തൊക്കെ സാധ്യതകളാണ്. ആകാശം പോലും ഒരു പരിമിതി അല്ലാതെ ഇങ്ങനെ ആ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്നൊക്കെ പറയുന്നതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പരീക്ഷണാത്മകമായിട്ടുള്ള കാവ്യാത്മക പരിശ്രമങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേര്, അത് കാൾസ്റൂഹെ ജർമ്മനിയിലുള്ള ZKM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ZKM കാൾസ്റൂഹെ ഒരു മീഡിയ, യുനെസ്കോ അംഗീകരിച്ച ഒരു മീഡിയ സിറ്റിയാണ്. അപ്പോൾ അതൊരു മീഡിയ ആൻഡ് പലതരത്തിലുള്ള ടെക്നോളജിക്കൽ സംഭവങ്ങൾ നമ്മൾ ഇതുവരെ ചിന്തിക്കാൻ, നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ള ടെക്നോളജികളുടെ സാങ്കേതികമായിട്ടുള്ള പലതരം കാര്യങ്ങൾ നടക്കുന്ന ഒരിടമാണ്. അവിടെ ഇങ്ങനെ കവിത തുന്നിച്ചേർത്ത് വെക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു അവസരവും ഒരു ഭാഗ്യവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്കും ഒരു പുതുമയായിരുന്നു. കാരണം അവർ പല രീതിയിലുള്ള സാങ്കേതിക പരീക്ഷണങ്ങൾ നടത്തി കലാവതരണങ്ങൾ അവിടെ നടത്താറുണ്ട്. അതിൽ കവിത മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് നമ്മൾ കവിതയുമായി ചെന്ന് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് മലയാളത്തിൽ കവിത എഴുതി, പിന്നീട് അത് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ പോയിട്രി ഇൻസ്റ്റലേഷൻ ചെയ്യാം. അപ്പോൾ ആ സ്ക്രീനിൽ മുഴുവൻ കാണുന്നത് എൻ്റെ കൈ തന്നെയാണ്. എൻ്റെ കൈയിലൂടെ വിരിയുന്ന മുദ്രകളാണ് അതിൽ കാണുന്നത്. ഓരോ മുദ്ര വരുമ്പോഴും കൈ പതുക്കെയാണ് ഇങ്ങനെ ചലിക്കുന്നത്. സ്ലോ മോഷനിൽ ഒരു മുദ്ര ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ നമ്മൾക്ക് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു കാഴ്ചയൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. നൃത്തം ചെയ്യുമ്പോൾ ഒരു നർത്തകി ഉറപ്പായും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിർമ്മിതി നടക്കുന്നുണ്ട്, ഒരു നിർമ്മാണം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ഒരു കാണിക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഗുപ്തമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു നിർമ്മാണ പ്രക്രിയ എത്രമാത്രം ഒരു കാണിക്ക് ഒരു നിമിഷം കൊണ്ട് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ക്രീനിൽ ഇതേപോലെ ഈ കറുത്ത സ്റ്റേജും വേദിയും പോലെ ഒരു വലിയ പനോരമിക് സ്ക്രീനിൽ നമ്മുടെ കൈകളിങ്ങനെ പതുക്കെ ചലിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കയ്യിലെ ചെറിയ പേശികൾ പോലും ഇങ്ങനെ കൃത്യമായി നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഒരു മുകുളം പോലെ ഒരു മുദ്ര ഇങ്ങനെ കാണിക്കുമ്പോൾ അത് മേളിൽ നിന്നും സൈഡിൽ നിന്നും താഴെ നിന്നും ഒക്കെ ഇങ്ങനെ സമഗ്രമായിട്ട് കാണിക്കുകയാണ്. പുറകെ കവിത ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എനിക്കത് വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇവിടെ KLF-ൽ നമ്മളത് ഒരു മണിക്കൂറാണ് ആ ഒരു വലിയ പ്രൊഡക്ഷൻ. അത് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷെ പലതരത്തിലുള്ള കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം അതിവിടെ നമുക്ക് എത്തിക്കാനും അവതരിപ്പിക്കാനും സാധിച്ചില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും കോഴിക്കോട്ടുള്ള സഹൃദയരെ അങ്ങനെ ഒരു അവതരണം, അതൊരു സാധ്യതയാണ്. ആ ഒരു അവതരണ സാധ്യതയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നൃത്തവും കവിതയും അല്ലെങ്കിൽ അത്തരം പലതരത്തിലുള്ള ആർട്ട് മേഖലകളിൽ നമ്മൾക്കൊരു പരിചയവും ഒരു ഇടപെടലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണ കലാവതരണത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ബാക്കി വഴിയെ പറയാം. ശരി, ഞാൻ MR വിഷ്ണുപ്രസാദിലേക്ക് വരാം. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും അവതരണ കവിത, പ്രകടന കവിത, അല്ലെങ്കിൽ ചൊൽക്കവിത, ആട്ടക്കവിത താങ്കൾ പറഞ്ഞ പോലെ. പിന്നീട് ഒരിക്കൽ വിഷ്ണുപ്രസാദ് തന്നെ എഴുതി ചെയ്യുന്ന കവിത എന്നും ഒരിടയ്ക്ക് പറയണ്ടായി. അപ്പോൾ എന്താണ് എങ്ങനെയാണ് താങ്കൾ ശരീരം കൊണ്ട് എഴുതുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം അവതരണ കവിത എന്നാൽ എന്ത് എന്ന ചോദ്യമാണ് സുധീഷ് എന്നോട് ചോദിച്ചത്. നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ അറിയാത്ത ഒരാളാണ് എനിക്ക്. സാധാരണ ഈ നിർവചനങ്ങൾ പറയുക, അതിലൂടെ ഈ കാര്യം സ്ഥാപിക്കുക, എന്നിട്ട് സന്തോഷമായി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് പൊതുവെ സെഷൻസിൻ്റെയൊക്കെ ഒരു പൊതുവായ സ്വഭാവം. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു എന്ന മട്ടിൽ സെഷൻ അങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവാദി എന്ന ഒരു പെർഫോമൻസ് എനിക്കൊന്ന് കോവിഡിന് മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ചെയ്തത് ഞാൻ ഓർക്കുന്നു. ചോദ്യം ചോദിക്കുകയാണ്. അത് നമ്മുടെ ഈ കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു 2021 അതേ അവതരണം ചെയ്യുകയുണ്ടായി ലളിതകലാ അക്കാദമിയിൽ കോഴിക്കോട്. അപ്പോൾ അതിനകത്ത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ JNU-വിൽ സമരം നടന്ന സമയത്ത്
ഇതുപോലെ ഒരു മൈക്കും ഇതുപോലെ ഒരു ക്യാമറയുമായി നമ്മൾ ആ, രണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ തെരുവിലേക്ക് ഇറങ്ങി. കാരണം യൂണിവേഴ്സിറ്റിയിൽ എന്താണ് കവിത, അല്ലെങ്കിൽ സ്കൂളിൽ, കോളേജിൽ, കലാലയത്തിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ നമ്മൾ ഇരുന്ന് കവിതയുടെ ഡെഫിനിഷൻ കാണാതെ പഠിച്ച് ആൾക്കാരോട് പറയുന്നത് പോലെ ആണോ നമുക്ക് തെരുവിൽ ഒരു മനുഷ്യനോട് എന്താണ് കവിത എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അയാൾ ഉത്തരം പറയുക? അപ്പം നാം കവിത ചൊല്ലുന്നത് മാത്രമല്ല, എന്താണ് കവിത എന്ന് അന്വേഷിക്കുന്നത് കൂടി അവതരണത്തിൻ്റെ ഭാഗമായി വരുന്ന തരത്തിലാണ് ആ അവതരണം ചിട്ടപ്പെടുത്തിയിരുന്നത്. അങ്ങനെ JNUവിന് മുമ്പിലുള്ള ആ റോഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ റോഡിൽ ഈ കഴുതകളുടെ മേൽ ഇഷ്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തൂടെ അവിടെ ഈ റോഡ് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, എന്താണ് കവിത ക്യായ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കവിത അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ അറിയില്ല കവിത. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കവിത, അതെന്താണ്, അതിനെക്കുറിച്ച് അറിയാമോ? അപ്പോൾ അയാൾ എന്തൊക്കെയോ ജന്തുജാൽ എന്തൊക്കെയോ ഹിന്ദിയിൽ ഇങ്ങനെ ആദ്യമായി, ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം കവിത എന്നാൽ എന്ത് എന്നൊരു ചോദ്യം നേരിടുന്നത്. അങ്ങനെ ഇദ്ദേഹവുമായി സംസാരിച്ച് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയില്ല, ഇതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, ഈ കഴുതയോട് ചോദിക്കൂ എന്ന്. അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന കഴുതയോട് കവിത എന്നാൽ എന്ത് എന്ന് ചോദിക്കൂ എന്ന് ആ റോഡ് പണിയുന്ന മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതാണല്ലോ, അങ്ങനെ നമ്മൾ കഴുതയ്ക്ക് മുന്നിലേക്ക് മൈക്ക് നീട്ടി ക്യാമറയും തിരിച്ചു വെച്ച് കവിത എന്താണെന്ന് ചോദിച്ചു. അത് ഈ ഭാരം താങ്ങാൻ വയ്യാതെ, ചോദ്യം താങ്ങാൻ വയ്യാത്ത മനുഷ്യരെ പോലെ ഭാരം താങ്ങാൻ വയ്യാതെ ഇയാൾ ഈ കഴുത ഈ ക്യാമറയിലേക്ക് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിന്നത് ഒരു മിനിറ്റോളം ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇത് വളരെ നാടകീയമായി ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇതിൻ്റെ വീഡിയോ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ വീഡിയോ ആണ് നമ്മൾ അവതരണത്തിന് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും. അപ്പം ആ സമയത്ത് അവിടേക്കൊരു പോലീസ്, അന്ന് സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബുള്ളറ്റിൽ 2 പോലീസുകാർ വന്നു. ആ പോലീസുകാർ വന്നിട്ട്, എന്താണ് നിങ്ങളിവിടെ ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, കവിത ക്യാ ഹേ. പോലീസുകാരോട് നമ്മൾ ചോദിച്ചു, എന്താണ് കവിത, കവിത എന്നാൽ എന്ത് എന്ന്. അപ്പോൾ അദ്ദേഹം ഈ ക്യാമറയ്ക്ക് നേരെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഇല്ല, അത് ഈ പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു വിദ്യാഭ്യാസം, എന്താ പറയുന്നത്, ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എന്താണ് കവിത എന്ന് നാട്ടുകാരോട് ചോദിക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും പുള്ളിക്കാരൻ പെട്ടെന്ന് തിരിച്ചറിയും, ഓ, എനിക്ക് കൂടി ഈ കവിതയുടെ നിർവചനം എന്താണ് എന്ന് ഈ പരിപാടിയിൽ പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുകയും പുള്ളി നേരെ ബുള്ളറ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് കവിതയെക്കുറിച്ചൊരു ഉഗ്രൻ പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇത് നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരവാദികളാണ് എല്ലാ മനുഷ്യരും എന്ന ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ അവതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ അവതരണത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു പങ്കാളിത്ത സ്വഭാവം. ഞങ്ങൾ 4 പേർ ഈ സ്റ്റേജിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ വളരെ സുരക്ഷിതമായി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിരുന്ന് ഞങ്ങളിങ്ങനെ സ്വസ്ഥമായി നിങ്ങൾ താഴെ ഇരുന്നത് കേൾക്കുകയും ചെയ്യുന്ന നീണ്ട ദുരവസ്ഥ. അപ്പം ഇതിൽ നിന്ന് നമുക്കെങ്ങനെ, ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇവിടുന്ന് ചാടി ആ കസേരയിൽ വന്നിട്ട് ഈ സ്റ്റേജിന് നേരെ ഒരു കവിത ചൊല്ലിയാൽ എന്തായിരിക്കും? അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വസ്തുക്കൾ, ശരീരം തന്നെ വേറൊരു അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പെർഫോമൻസ് പോയട്രി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കവി P. രാമൻ സൂചിപ്പിച്ചതുപോലെ ഈ പെർഫോമൻസ് പോയട്രി എന്ന് പറയുന്ന വാക്കും പെർഫോമിംഗ് പോയട്രി എന്ന് പറയുന്ന വാക്കും തമ്മിൽ തീർച്ചയായും വ്യത്യാസമുണ്ട്. അതിൻ്റെ വ്യത്യാസം ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പെർഫോമൻസ് എന്ന് പറയുന്ന ആശയം, നമ്മളിപ്പോൾ എല്ലാവരും പെർഫോമേഴ്സ് തന്നെയാണ്, അതിനെന്തൊരു പ്രത്യേകമായിട്ട് അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചൊരു പോസ്റ്റ് ഇൻ്റർനെറ്റ് യുഗത്തിൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന ജീവികളായി, വിരൽത്തോണ്ടികളായി നമ്മൾ മാറിയതിന് ശേഷം ഒരുപക്ഷെ
നമ്മളെല്ലാവരും ഈ പെർഫോമൻസ് ശരീരഭാഷ വല്ലാതെ മാറിയ, കാഴ്ചയുടെ ശീലങ്ങൾ മാറിയ ഒരു സ്പീഷീസായി നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മളങ്ങനെ കവിത അവതരിപ്പിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. അല്ലാതെ തന്നെ നാം ഒക്കെ തന്നെ ഒരു പെർഫോമേറ്റീവ് സ്വഭാവത്തിലേക്ക് മനുഷ്യ വംശം ഭൂമി ഒന്നാകെ മാറിയ ഒരു കാലഘട്ടത്തിൽ ആണ് പിന്നെ നമ്മൾ പെർഫോമൻസ് പോയട്രിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് സ്വാഭാവികമായും സായിപ്പ് പറയുന്നത് നാം തൊണ്ട അല്ലെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വിഴുങ്ങുകയും അത് സായിപ്പ് ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതിനെയെല്ലാം നമ്മൾ അന്ധമായി പിന്തുടരുകയും അങ്ങനെയാണ് ഈ പെർഫോമൻസ് എന്ന വാക്ക് ഈ പറയുന്ന ആർട്ടിൽ, വിഷ്വൽ ആർട്ടിൻ്റെ ഹിസ്റ്ററിയിലാണ് അത് വരുന്നത്. ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ ഇപ്പോൾ ബിനാലെ എന്ന് പറയുന്ന ഒരു കൊച്ചി ബിനാലെ നടക്കുകയാണ്. അടുത്ത ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് ആർട്ടിസ്റ്റായ മറീന അബ്രോമോവിച്ച് പങ്കെടുക്കുന്ന ഒരു ബിനാലെയാണിത്. അപ്പോൾ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റായ മറീന അബ്രോമോവിച്ച് പെർഫോമൻസ് എന്ന വാക്കിനെ നിർവചിക്കുന്നുണ്ട്. അതായത് നാടകത്തിൽ നിങ്ങൾ ചോരയ്ക്ക് പകരം ചായം കാണും, അല്ലെങ്കിൽ ആയുധങ്ങൾക്ക് പകരം വ്യാജ ആയുധങ്ങൾ കാണും. കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോകുന്ന ആ കത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ പെർഫോമൻസ് ആർട്ടിൽ അത് യഥാർത്ഥ ചോര കാണും, അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ആയുധം തന്നെ കാണും. അത് നിങ്ങൾ കൈ റിയലായി മുറിക്കുന്ന ഒരു സന്ദർഭം അവിടെയുണ്ട്. അപ്പം ഇത്തരത്തിൽ യഥാതഥമായ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ അവതരിപ്പിക്കുന്ന വിധം നമുക്ക് എങ്ങനെ കവിതയെയും ആവിഷ്കരിക്കാം എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് പെർഫോമൻസ് പോയട്രി ആരംഭിക്കുന്നത്. ഈ പെർഫോമൻസ് പോയട്രി എന്ന് പറയും, ഈ പെർഫോമൻസ് എന്ന വാക്ക് ഇൻക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചൊൽക്കവിതയും ഉപകരണങ്ങളുള്ള ഉപയോഗിച്ചും അല്ലാതെയും ചെയ്യുന്ന കവിതകൾ, അല്ലെങ്കിൽ കവിതയുടെ പലതരം സാധ്യതകളെ, വളരെ വിവിധങ്ങളായ സാധ്യതകളെ, അവതരണ സാധ്യതകളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ നല്ല ശബ്ദമുള്ള ഗാംഭീര്യമുള്ള പുരുഷന്മാരുടെ നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഇങ്ങനെ കവിത വിക്കുള്ള ആൾക്കും ഇത് സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന, പിറുപിറുക്കുന്ന ആൾക്കും ഇത് സാധ്യമാണ്, ആരും കേൾക്കാനില്ലാത്ത ഒരാൾക്കും കവിത ചൊല്ലാം എന്ന മട്ടിലാണ് പെർഫോമൻസ് എന്ന് പറയുന്ന ആശയം പ്രവർത്തിക്കുന്നത്. ഇനി ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും വലിയൊരു ഹാളിൽ ഒരു കസേര ഇട്ടിരുന്ന ഒരാളോട് പോയിരുന്ന് ഞാനൊരു കവിത ചൊല്ലിയാലും അതിനെ പെർഫോമൻസായി പരിഗണിക്കാവുന്നതാണ്, കയ്യടി പോലും വേണമെന്നില്ല. ഈ മട്ടിലാണ് ലോകത്ത് പെർഫോമൻസിൻ്റെ ഒരു സ്വഭാവം. അതായത് വിക്കുള്ളവർ, നിലവിളിക്കുന്നവർ, സംസാരശേഷി ഇല്ലാത്തവർ എങ്ങനെ കവിത ചൊല്ലും? നല്ല ഗാംഭീര്യമുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും നമ്മൾ എന്തൊക്കെയോ തട്ടി കേൾക്കുന്ന ഒരു സാധനമായിട്ട് അല്ല, മറിച്ച് എല്ലാത്തിനെയും, എല്ലാ തരത്തിലുള്ള ആഖ്യാനങ്ങളെയും ആവിഷ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രതലമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശരീരത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന, ഒരുപക്ഷെ ഇൻ്റർനെറ്റ് നമ്മളെ പിന്നിലേക്ക് മുൻപിന്നെന്നുള്ള അത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. എങ്കിലും എനിക്കൊന്ന് ഒരു 360 ഡിഗ്രിയിൽ എല്ലാ സമയങ്ങളും ഈ ഒരു നിമിഷത്തിലേക്ക് വന്നതുപോലെ നമുക്കൊരു പക്ഷേ ഈ ഒരു അവതരണ സ്വഭാവമുള്ള കാലത്തെ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ തോന്നുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയായും അതെ, ഞാൻ പീരാമനിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് ഇപ്പോൾ ഒരുപക്ഷെ സ്വന്തം കവിതയേക്കാൾ അപ്പുറം മറ്റുള്ളവരുടെ കവിതയും ഒരുപക്ഷെ ഒരു മാധ്യമ ശ്രദ്ധയിലോ കവിതാ സദസ്സുകളിലോ കേൾക്കാത്ത ശബ്ദങ്ങളെയും താങ്കളുടെ ശബ്ദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വശം. ഒപ്പം തന്നെ നമ്മൾ മലയാളത്തിലെ ഒരു കേൾവിശീലത്തിൻ്റെ ഒരു ചരിത്രം വേറെയുണ്ട്. നമുക്ക് കേസറ്റ് കവിതകളുടെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന കവിതയും ജനപ്രിയതയും അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങളല്ല, ഞാൻ വെറുതെ ഇതിനെ തീർച്ചയായിട്ടും ഈ അവതരണവും കവിതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിയൊരു പാരമ്പര്യം ശരിക്ക് കേരളത്തിനുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല വേറൊരു ഭാഷയിലും, കൂടുതൽ അറിവുള്ളവരുണ്ടാവാം, എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, വേറൊരു ഭാഷയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു നീണ്ട കവിത
ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു മാതൃക ലോകത്ത് വേറെ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിലുണ്ട്. അതേതാണ്? തുള്ളലാണ്. ഒരു സംശയമില്ല. തുള്ളൽ കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാണ സൗഗന്ധികം അല്ലെങ്കിൽ കിരാതം ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു നീണ്ട ആഖ്യാന കാവ്യമാണത്. ആ ആഖ്യാന കാവ്യം ഒരു മനുഷ്യൻ തനിച്ച് നിന്ന് പെർഫോം ചെയ്യാണ്. ഭീമനായും ഹനുമാനായും ഒക്കെ പകർന്നാടി ഒരാള് തനിച്ച് നിന്ന് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു പാരമ്പര്യമാണിത്. അതേപോലെ തന്നെ ഒരു മരണ വീട്ടിൽ കവിത വായിക്കുന്ന അതും ഒരു തരത്തിലൊരു വേറൊരു നിലയ്ക്ക് പെർഫോമൻസ് തന്നെയാണ്, അല്ലേ? മരിച്ച വീട്ടിൽ കവിത വായിക്കുക എന്ന് പറയുന്നത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. കേരളത്തിലുണ്ട്. രാമായണം വായനയെ ഞാൻ അങ്ങനെ കാണുന്നു. വേറൊരു നിലയ്ക്ക് അതൊരു പെർഫോമൻസ് തന്നെയാണ്. ഒന്ന് മാറി നോക്കിക്കഴിഞ്ഞാൽ ഒരു തരം പെർഫോമൻസ് തന്നെയാണ്. മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് കവിത വായിക്കുകയാണ്. ഇങ്ങനെ അത്യപൂർവമായ പ്രകടനങ്ങളുടെ വലിയൊരു പാരമ്പര്യമുള്ള, പിന്നെ നമ്മൾ ഫോക്ക് ലോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്ക് എല്ലാം ഇപ്പോൾ തെയ്യത്തിലെ വാചാലുകൾ, പടയണി നല്ലൊരു ഉദാഹരണമാണ് അതിന്. പടയണി ശരീരവും കവിതയും, പടയണിയുടെ ഒരു പ്രത്യേകത അതിൽ സംഗീതവും കാവ്യവും നാട്യവും എല്ലാം ഒരുപോലെ, നൃത്തവും എല്ലാം ഒരുപോലെ സംഗമിച്ചൊരു നാടോടി കലാരൂപമാണ് പടയണി. അപ്പോൾ പടയണിയിലൊക്കെ ശരിക്കും മലയാളിയുടെ ഈ കവിത എങ്ങനെ പെർഫോം ചെയ്യാം എന്നതിൻ്റെ വലിയ പാരമ്പര്യം ശരിക്കും ഇതിലുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ വെളിച്ചപ്പാട് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കായിരുന്നു. ഇത് പറഞ്ഞു കേട്ടപ്പോൾ വിഷ്ണു സംസാരിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കായിരുന്നു, ഈ വൈലോപ്പിള്ളി ഏറ്റവും മോശമായിട്ട് കവിത വായിക്കുന്ന ഒരാളാണ്. ഏറ്റവും മോശമായിട്ട് കവിത, താൻ എഴുതിയ മനോഹരമായ കവിതകൾ ഇങ്ങനെ ഗദ്യമാതിരി ഒട്ടും ആകർഷകമല്ലാതെ അവതരിപ്പിക്കുന്നതിൽ കുപ്രശസ്തനായ ഒരു കവിയാണ് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ അവസാന കാലത്ത് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം എന്നാണ് പേര്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ് കവിത. ഏറ്റവും വലിയ പെർഫോമറായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് വൈലോപ്പിള്ളി എഴുതിയ ഒരു കവിതയുണ്ട്. ആ വലിയൊരു കവിതയുമാണത്. ആ കവിതയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇയാൾക്കുണ്ടായ അപമാനം നിന്ദനമല്ലയോ നീണ്ട മയക്കത്തിൽ നിന്ന് ഉജ്ജ്വലിപ്പിപ്പു മൗലിക സത്തയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആ രാത്രി ഉറക്കം വരാതെ കിടന്നിട്ട് അങ്ങോട്ട് എണീക്കുകയാണ്. കാലിലാലോലം ചിലമ്പുമായി ചെന്നു ദേവാലയമുറ്റത്തൊരറ്റത്ത് നമ്പിയാർ കൂത്തു നടത്തും അരങ്ങിനടുത്ത് പിൻപാട്ടിനാളില്ലാതെ വേഷവുമെന്നിയേ മേളവുമെന്നിയേ വേഷമിതെന്തൊരു ഉദ്ഘോഷമിതെന്ത് എന്ന് ജോഷമെമ്പാടും ജനങ്ങൾ കൂടിയിടവേ തൻ്റെടമോടെ തുറന്നോരു പാട്ടുമായി തൻ്റെ അതുല്യമം നൃത്തം തുടങ്ങിനാർ. കോമരമോ? ചിലർക്ക് ആശ്ചര്യമായി. അതേ കോമരം, കേരള ഭാഷ തൻ കോമരം. കേരള ഭാഷയുടെ ഒരു കോമരമുണ്ട്, അല്ലേ? ആ കോമരം വെളിച്ചപ്പാട് ഒരു എന്താ പറയുക, ഒരു ഭാഷാ പ്രകടനമാണ്. വെളിച്ചപ്പാട് ചിലത് പറയുന്നുണ്ട്, അല്ലേ? വെളിച്ചപ്പാട് അതിനോടൊപ്പം വാളെടുത്ത് തലയ്ക്ക് വെട്ടുന്നുണ്ട്. ഒരു തരം പ്രകടനം തന്നെയാണ്. ഈ ഒരു പ്രകടനത്തിൻ്റെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഫോക്കിലും നമ്മുടെ കാവ്യ പാരമ്പര്യത്തിലുമൊക്കെ ഇതുപോലുള്ള വാക്കിനെ അക്ഷരമാക്കുന്നതിൻ്റെ, വാക്കിനെ പ്രവൃത്തിയാക്കുന്നതിൻ്റെ, വാക്കിനെ കർമ്മമാക്കുന്നതിൻ്റെ, വാക്കിനെ ക്രിയയാക്കുന്നതിൻ്റെ വലിയ 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 മാതൃകകളുണ്ട്. ആധുനികതയുടെ കാലത്ത് ജീവിച്ച ആധുനികർക്കിടയിൽ അപ്രശസ്തനായി മരിച്ചുപോയൊരു കവിയുണ്ട്, ടി ആർ ശ്രീനിവാസ്. ടി ആർ ശ്രീനിവാസിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്, എവിടെയൻ ക്രിയാപദം, എവിടെയൻ ക്രിയാപദം. നിങ്ങളിലേക്ക് കടക്കാൻ വാക്കുകൾ മാത്രം പോരല്ലോ, നിങ്ങളിലേക്ക് ഉയരാൻ ഗോവണി മാത്രം പോരല്ലോ, ഞാനും നിങ്ങളും അഭിമുഖമാവാൻ ജാലകം ഇത് പോരല്ലോ. എവിടെയൻ ക്രിയാപദം, എവിടെയൻ ക്രിയാപദം എന്ന് നിലവിളിക്കാണ് ടി ആർ ശ്രീനിവാസ്. അപ്പൊ ഇങ്ങനെ ഞാൻ നമ്മുടെ കവിതയുടെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കുഞ്ചൻ നമ്പ്യാർ തൊട്ട്, ഒരു പക്ഷേ പടയണി തൊട്ട്, അതിനു മുമ്പ് രാമചരിതം കാലം തൊട്ട് ഇങ്ങോട്ടുള്ള നമ്മുടെ വാക്കിനെ കർമ്മമാക്കുന്നതിൻ്റെ, ക്രിയയാക്കുന്നതിൻ്റെ വലിയൊരു പാരമ്പര്യം ഇന്നത്തെ കവിതയിൽ എത്തി നിൽക്കുകയാണ്.
ഇപ്പോൾ വിനയചന്ദ്രൻ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. വിനയേന്ദ്ര മാഷ് എപ്പോഴും പറയാറുണ്ട്, കവിത പലതരത്തിൽ അവതരിപ്പിക്കാൻ. പാടുന്ന കവിതയുണ്ട്. വിനയേന്ദ്രനെ തന്നെ ആൾക്കാർ ചെല്ലപ്പേരിട്ട് വിളിച്ചിരുന്ന് പാടുന്ന പിശാച് എന്നാണ്, അല്ലേ? വിനയേന്ദ്ര മാഷ് അങ്ങനെ പറയാറുണ്ട് തമാശയായിട്ട്. പാടും പാടുന്ന മാഷ് എപ്പോഴും പറയും, പാടുന്ന കവിതയുണ്ട്, പറയുന്ന കവിതയുണ്ട്, പിറുപിറുക്കുന്ന കവിതയുണ്ട്, പ്രാർത്ഥിക്കുന്ന കവിതയുണ്ട്, മന്ത്രിക്കുന്ന കവിതയുണ്ട്, ജൽപ്പിക്കുന്ന കവിതയുണ്ട് എന്നൊക്കെ മാഷ് ഇങ്ങനെ പറയും. മഴ പോലെ പെയ്യണ കവിതയുണ്ട്. അങ്ങനെ പലതരത്തിൽ കവിത എക്സ്പ്രസ് ചെയ്യപ്പെടാം, ആവിഷ്കരിക്കപ്പെടാമെന്ന് വിനയേന്ദ്ര മാഷ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് വിഷ്ണുപ്രസാദിനെ പോലെയും സുധീഷിനെ പോലെയൊക്കെയുള്ള പുതിയ എഴുത്തുകാരെ ശരീരം ഒരു മാധ്യമമാക്കിക്കൊണ്ട് ഈ ഒരു നമ്മുടെ പാരമ്പര്യത്തെ, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ ഈ പാരമ്പര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആധുനിക പാശ്ചാത്യമായ പെർഫോമിംഗ് പോയട്രിയെ കുറിച്ച്, പെർഫോമൻസ് പോയട്രിയെ പറ്റിയൊക്കെയുള്ള സങ്കല്പങ്ങൾ അതിനോട് ലയിപ്പിച്ച് പുതിയൊരു പദ്ധതി ഉണ്ടാക്കാനാണ് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കവികൾ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ വിഷ്ണുപ്രസാദ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഇപ്പം മറീന അബ്രോമിച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപക്ഷെ ഈ പെർഫോമൻസ് ആർട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പെർഫോമൻസ് ആർട്ടിൽ വരുന്നു. അതിനൊരു കാരണമായിട്ട് പിന്നെ ഗ്രിസിൽഡ പൊള്ളോക്കിനെ പോലുള്ളവരൊക്കെ പറയുന്നത് വെച്ചാൽ പുരുഷൻ വരയ്ക്കുകയും സ്ത്രീ കാണപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നൊരു നിലയെപ്പറ്റി ജെൻഡർ പെർസ്പെക്റ്റീവിനകത്ത് പറയുന്നുണ്ട്. അതായത് പുരുഷ നോട്ടത്തിൽ വരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ചിത്രലോകം, അതാണ് 80% ആർട്ട് ഹിസ്റ്ററിയിൽ നിങ്ങൾ കാണുന്ന ലോറ മാൾവയെ പോലുള്ള ഫിലോസഫേഴ്സ് അതിനെ തിയറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഇപ്പോൾ ഞാൻ ആര്യ ഗുബയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ക്ലാസിക്കൽ ആർട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് പറഞ്ഞത്. ക്ലാസിക്കൽ ആർട്ട്, കോട്ട് ആൻഡ് കോട്ട് ക്ലാസിക്കൽ ആർട്ട്, അതിനകത്ത് തന്നെ ഒരുപക്ഷെ ഈ പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രലേഖ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഓൾറെഡി തുടങ്ങി വെച്ചിരുന്നു കുറേ മുമ്പ്. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പല ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോയിട്ട് കവിതയായിട്ട് ബന്ധിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഒരു വശത്തും, അതായത് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിൽ നിന്ന് ഈ പറയുന്ന പുതിയ ടെക്നോളജിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ളൊരു വെല്ലുവിളി അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒപ്പം ഈ പറയുന്ന വിമൻ റെപ്രസെൻറ്റേഷൻ എന്നോ അല്ലെങ്കിൽ ഹൗ ഡു യു സീ ദാറ്റ്, ലൈക്ക് യുവർ പൊസിഷൻ അബൌട്ട് ദാറ്റ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ചോദ്യം ഉത്തരം എന്നുള്ള ആ ഒരു ബൈനറിക്കിടയിൽ തന്നെ ഈ കവിത എന്ന് പറഞ്ഞാൽ തന്നെ വിയത്തിലിരുന്നു കൊണ്ട് എന്ന് ചോദിക്കുകയാണ്. ചോദ്യം തന്നെയാണ്. ഓരോ കവിതയും പല രീതിയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ചോദ്യം ഇങ്ങനെ ചോദിച്ച് തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ ചോദിച്ചത്, ഓരോ കലാരൂപത്തിനും ആരൊക്കെയോ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പല രീതിയിലുള്ള ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. കുറേ കാലം നമ്മൾ അതിലൊക്കെ ശിക്ഷണം നേടും. ചിലപ്പോൾ നമ്മളതിൽ പഠനം നടത്തും, നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമുക്കത് മറികടന്ന് പോകാൻ, അല്ലെങ്കിൽ അതിലപ്പുറം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അതിലംഘിച്ച് പോയിട്ട് നമുക്ക് എന്ത് രീതിയിൽ പരീക്ഷണം ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടും. ഇപ്പോൾ ഈ വോയറിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ തന്നെ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഗെയ്സ് നമ്മളിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കുറേ കാലം മുൻപ് വരെയൊക്കെ ഒരു പുരുഷൻ്റെ കണ്ണിലൂടെ കണ്ട സ്ത്രീയെ വരയ്ക്കുകയും പറയുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാത്തരം കലാരൂപങ്ങളിലും അത്തരം സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പം നമ്മളെ തന്നെയാണ് സത്യം പറഞ്ഞാൽ നോക്കുന്നത്. അപ്പോൾ വോയറിസം എന്ന് പറയുന്നത് നമ്മളെ നോക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഒരുപക്ഷെ വായി നോക്കുക എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചില മിക്സിങ് നടക്കുമ്പോൾ, അതായത് പല ആർട്ട് ഫോംസ്, പല ജാനേഴ്സ് പോലെയുള്ള പല ആർട്ട് ഫോംസ് ഇങ്ങനെ ചേരുന്ന സമയത്ത് അവിടെ ഇങ്ങനത്തെ ബോർഡർ ലൈൻസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. ആ ബോർഡർ ലൈനിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് ആരും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന കവിതയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റേ പശുവിനെ കയറിൽ കെട്ടിയിട്ട് ആ കയറിൻ്റെ ആ ഒരു റേഡിയസിൽ മാത്രമേ നമുക്ക് കറങ്ങാൻ സാധിക്കുകയുള്ളൂ.
ആ ഒരു ബോധ്യമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. നമ്മളുടെ കലാലയങ്ങളോ നമ്മളുടെ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മളെല്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. നമ്മളിങ്ങനെ ഒരു കാനൻ ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. ഇവരൊക്കെയാണ് ഈ കാറ്റഗറിയിലുള്ള കവികൾ, ഇതെങ്ങനെ കുറേ കാറ്റഗറിയിലുള്ള കവികളാണ്, പാട്ട് കവികളാണ്, ആ കവികളാണ്, ഈ കവികളാണ്. നമുക്കങ്ങനെ പേരുകൾ പറഞ്ഞ ആളുകളെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന പലതരത്തിലുള്ള ഒരു കാറ്റഗറൈസേഷൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാനതിനെയൊക്കെ വളരെ അല്പതരത്തോടു കൂടി കാണുകയും അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ വായനയെ തിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വായനക്കാരൻ പോലും ആകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ 4 പേരിയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 പേരല്ലാത്ത 4 പേരെ തിരയണം. അതിനാണ് നിങ്ങളിത് കേൾക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന 4 പേർ വെറും റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ്. ഈ 4 പേരിലല്ലാത്ത അതിനധികം ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ സമയവും ഈ കേൾവിയും വെറുതെ ആയി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനെ പല ആളുകൾ പല പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പലതരം പെർഫോമൻസുകൾ ചെയ്യുന്നുണ്ട്. സുനിത വില്യംസ് തന്നെ നേരിട്ട് വന്ന് നമുക്ക് പല രീതിയിലുള്ള പെർഫോമൻസുകൾ കാട്ടിത്തരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ സുനിത വില്യംസ് ആയിക്കൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ കലകൾക്കൊക്കെ ഞാൻ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും എല്ലാം എൻ്റെ ചെറുപ്പകാലം മുതലേ പഠിച്ച ഒരാളാണ്. ഒരു പ്രൊഫഷണൽ നർത്തകി ആകാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പാഷനോട് കൂടിയാണ് സമീപിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റേതായിട്ടുള്ള അളവുകളൊക്കെ ഉണ്ട്. ഈ വേഷം, ഈ താളം, ഇങ്ങനെയുള്ള രീതികൾ, ഓരോ കലയും ഏത് നാട്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നതനുസരിച്ച് അതിൻ്റെ വേരും പൂവും എല്ലാം മാറിയിരിക്കും. പക്ഷേ ഒരുപാട് സാധ്യതകൾ മുൻപിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ അതിൽ കവിത ചേർക്കാം, അതിൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിത്രം ചേർക്കാം, അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ അരാജകമാകാത്ത എന്തും നമുക്ക് ചേർത്ത് അതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ ശ്രമിക്കാം. ഈ ഭംഗി എന്ന് പറയുന്നത് പോലും വളരെ ആപേക്ഷികമായിട്ടുള്ള റിലേറ്റീവാണ്. എനിക്ക് ഭംഗിയുണ്ട് എന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒട്ടും ഭംഗിയില്ലാത്തൊരു കാര്യമായിരിക്കും. ഞാൻ ഒരിക്കൽ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് കവിത പാരായണത്തിന് മാർക്കിടാൻ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ കുട്ടികൾ ടെന്നിസിനെ ചൊല്ലും, ബൈറനെ ചൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും വിക്ടോറിയൻ കവിയെ ചൊല്ലും, റൊമാൻറ്റിക് കവിയെ ചൊല്ലും. ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യം കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ആ ഒരു രീതിയിലൊക്കെ പോയി അവിടെ ഇരുന്ന് അവിടെ ചൊല്ലുന്ന എല്ലാ കവിതകളും എനിക്ക് അറിയുന്ന കവിതകളായിരിക്കും എന്നുള്ളൊരു അഹങ്കാരത്തിൽ ഇങ്ങനെ അവിടെ പോയിരുന്നു. അവിടെ 14 കുട്ടികൾ സ്റ്റേറ്റ് യുവജനോത്സവമായിരുന്നു. 14 കുട്ടികൾ ചൊല്ലിയ 14 കവികളും പുതിയ കാലത്തെ കവികളായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെല്ലാം ആ കവികളെല്ലാം എന്നെക്കാളും ചെറിയ പ്രായത്തിലുള്ള കവികളായിരുന്നു. സാറ കെ എന്ന് പറയുന്ന ഒരു കവിയെ ഞാൻ 3-4 വർഷം മുൻപ് ഒരു കുട്ടി വേദിയിൽ ചൊല്ലിയപ്പോഴായിരുന്നു കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ ലോകത്ത് ഈ പെർഫോമൻസ് പോയട്രിയുടെ ഒരു തിളങ്ങുന്ന മുഖമാണ്. വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു കവിയാണ്. ഒരു ഇരുട്ട് നിറഞ്ഞൊരു മുറിയിൽ നിന്ന് അവർ കവിത ഇങ്ങനെ കൺഫെഷൻ പല രീതിയിൽ ഉറക്കെ അലറിക്കൊണ്ട് ചിലപ്പോൾ നിശബ്ദമായി പിറുപിറുത്തുകൊണ്ടൊക്കെ അങ്ങ് ചൊല്ലുകയാണ്. ടെക്സ്റ്റ് ഇല്ല കവിതയ്ക്ക് ടെക്സ്റ്റായ രൂപമൊന്നുമില്ല. അപ്പോൾ സാറ കെയുടെ കവിതകളുടെ ടെക്സ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ യൂട്യൂബ് ലിങ്ക് വരും. പിന്നീട് അതിൻ്റെ താഴെ ആരെങ്കിലുമൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള ടെക്സ്റ്റുകളാണ് കിട്ടുന്നത്. ടെക്സ്റ്റേ ഇല്ല കവിതയ്ക്ക്. അപ്പോൾ ഇങ്ങനെ എത്രയെങ്കിലും പരീക്ഷണങ്ങൾ ഞാൻ എഴുതി വെച്ചു ചില പേരുകളൊക്കെ, ഞാൻ കേൾക്കാത്ത ചില പേരുകളൊക്കെ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അധ്യാപകരാകുന്നു, നമ്മൾ ഈ വിഷയം പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്കിതെല്ലാം അറിയാം, നമ്മൾ അങ്ങേ അറ്റത്തുള്ള വിവരമുള്ള ആളുകളാണെന്നൊക്കെ നമുക്ക് വല്ലാത്ത ധാരണയുണ്ട്. പക്ഷേ അവിടെയുള്ള ചില പേരുകൾ ഞാൻ മറന്നു തന്നെ പോയി. ചില പേരുകൾ അത്രമാത്രം പരീക്ഷണങ്ങളാണ് ഈ പെർഫോമൻസ് ആ ഒരു പോയട്രിയിലൊക്കെ നടക്കുന്നത്. സാറാ കെയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കൽ കല അതിൻ്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു ആത്മധൈര്യമുണ്ട്, ഒരു കറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കവിത ചേർക്കാം, അതിൽ നിങ്ങൾക്ക് ടെക്നോളജി മിക്സ് ചെയ്യാം, അത് നിങ്ങൾക്കൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാം. അതിന് വേദിയും സദസ്സും പോലും വേണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ പോലെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തെരുവിൽ അവതരിപ്പിക്കാം, മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അത് കാണാം. അതിനങ്ങനെ യാതൊരു ബോർഡറുകളും ഇല്ല എന്നതാണ് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ ജെൻഡർ പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പം പെർഫോമൻസ് പോയിട്രി എന്നുള്ളൊരു വ്യവഹാരം തന്നെ ഒരു പരിധിവരെ നമ്മൾ പുതിയ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് യൂറോ അമേരിക്കൻ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആൻഡ് ഇൻസ്റ്റലേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതെല്ലാം ഒരു യൂറോ അമേരിക്കൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് വരികയാണ്. അപ്പോൾ വിഷ്ണുപ്രസാദ് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് അതൊരു ഇപ്പോൾ നമ്മൾ അക്കാഡമിക്സിലൊക്കെയാണ് ഡീകൊളോണിയൽ പെർസ്പെക്റ്റീവ് ഒക്കെ കൊണ്ടുവരുന്നു പല രീതിയിൽ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പ്രകടന പെർഫോമൻസ് പോയിട്രി ഒരു രാഷ്ട്രീയം
രൂപകമായി അങ്ങനെ മാറുന്നു? അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പലതരത്തിൽ ശരീരങ്ങളെ വിഭജിക്കുകയും ശരീരത്തിൻ്റെ മേലുണ്ടാകുന്നിട്ടുള്ള പലതരം വിലക്കുകളും ഒക്കെ നമ്മൾ കാണുകയാണ് സമൂഹത്തിൽ പൊതുവെ. അപ്പോൾ എങ്ങനെയാണ് ഈ ശരീര കവിത രാഷ്ട്രീയ ഉപകരണം അല്ലെ രാഷ്ട്രീയമായി മാറുന്നത് എന്നുള്ളത്? അല്ല, ഇതിനു മുമ്പ് സംസാരിച്ചവർ ഇപ്പം ആര്യ സൂചിപ്പിച്ച ആ ഒരു ഇൻക്ലൂസീവ്, നമുക്ക് എങ്ങനെ എല്ലാത്തിനെയും ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത് നല്ലത് ചീത്ത, രാത്രി പകൽ നീ ഞാൻ എന്ന മട്ടിലാണ്. എനിക്ക് തോന്നുന്നു എനിക്കും നിനക്കും ഇടയിൽ, അല്ലെങ്കിൽ രാത്രിക്കും പകലിനും ഇടയിൽ വേറെ ഒത്തിരി സാധ്യതകളുണ്ട് എന്ന് നമ്മൾ ഭൗതികമായി തന്നെ തിരിച്ചറിഞ്ഞ, ഇപ്പം ലിംഗപദവിയുടെ കാലത്തായാലും ഒക്കെ തന്നെ തിരിച്ചറിഞ്ഞൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പം സുധീഷ് ചോദിച്ച ഈ യൂറോ അമേരിക്കൻ യുക്തിയിൽ നമ്മൾ പെർഫോമൻസ്, ഇപ്പം നാടകം, അത് കഴിഞ്ഞ് എന്താ പറയുന്നത് പോസ്റ്റ് ഡ്രാമ എന്ന് പറയുന്നവരുണ്ട്, നാടകാന്തരം, അതിനുശേഷം ഇപ്പോൾ പെർഫോമൻസ്, അവതരണം എന്നാണ് നാടകക്കാരും വിഷ്വൽ ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ ഇതിനെ പറയുന്നത്. ഇതിനെ തിയറൈസ് ചെയ്തവർ, സൈദ്ധാന്തികമായി ഇതിനെ പഠിച്ചവരൊക്കെ തന്നെ ഈ പറയുന്ന ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അറബ് രാജ്യങ്ങളിലുമുള്ള രൂപങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ സിദ്ധാന്തം കണ്ടെത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നമ്മൾ ഈ പറയുന്നത് ജീവിതത്തിന് തത്തുല്യമായതാണ് അവതരണം. ജീവിതം പോലെ തന്നെ ഈ ഒരു ഡിസ്കോഴ്സ് പണ്ടേ ഉണ്ട്. കലയാണോ ജീവിതം അല്ലേ, അങ്ങനെ ഒരു ഡിസ്കോഴ്സ് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ജീവിതമാണോ, ജീവിതം പോലെ തന്നെയാണ്, ഇതിനകത്ത് വേറെ വേഷം കെട്ടലുകൾ വേണ്ട എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതിനെ തിയറൈസ് ചെയ്ത്, ഇതിനെ സൈദ്ധാന്തികമായി പഠിച്ച ആൾക്കാർ ജീവിതത്തെ അല്ല ഈ അവതരണത്തിൻ്റെ ഉപമയായി എടുത്തത് എന്നുള്ളതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ പറയുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലെ അനുഷ്ഠാനങ്ങളിൽ നിന്നാണ് മറീന അബ്രമോവിച്ച് അടക്കം തൻ്റെ രാഷ്ട്രീയ അവതരണങ്ങൾക്കുള്ള ഊർജ്ജമായിട്ടെടുത്തത്. കാരണം ഈ അനുഷ്ഠാനങ്ങളിലാണ് ശരീരം കീറുന്നത്, കത്തിയെടുത്ത് ശരീരം കീറുന്നത്, ഈ പറയുന്ന പിന്നെ കവിളിലൂടെ ശൂലം കുത്തി ഇറക്കുന്നതൊക്കെ ഈ പറയുന്ന ഗോത്ര വർഗ പിന്നെ പാരമ്പര്യങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിജിനസ് കൾച്ചർ ലോകത്താകമാനം അത്തരത്തിൽ, കേരളത്തിലോ ഒന്നും മാത്രമല്ല, ഇത്തരത്തിൽ ബോഡി പിയേഴ്സിങ്ങിൻ്റെ ഒരു വലിയ ഇത് സ്വന്തം ശരീരത്തിൽ തന്നെ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള അനുഷ്ഠാനാത്മകമായ അവതരണങ്ങളിൽ നിന്നാണ് ഈ അവതരണം എന്ന ആശയം റിച്ചാർഡ് ഷെക്നർ എന്ന് പറയുന്ന ആൾ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ടാണ് ഒരു അനുഷ്ഠാനകാരൻ തൻ്റെ ശരീരം മുറിക്കുന്നത്, അല്ലെങ്കിൽ അനുഷ്ഠാനം ചെയ്യുന്നയാൾ തൻ്റെ ശരീരം മുറിക്കുന്നതെങ്കിൽ ഈ മറീന അബ്രോമോവിച്ച് തൻ്റെ പുക്കിളിന് ചുറ്റും സ്വസ്തിക ചിഹ്നം കത്തികൊണ്ട് വരയുന്നത് ദൈവം എന്നെ രക്ഷിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് തൻ്റെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയാണ് അവർ പുക്കിളിന് ചുറ്റും കത്തികൊണ്ട് നക്ഷത്രം വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പെർഫോമൻസ് ആർട്ടിസ്റ്റായ മൈക്കിൾ പാർ ഒരു വേദിയിലിരുന്ന് ഒരു സൂചിയും നൂലും എടുത്ത് സ്വന്തം വായ തുന്നിക്കെട്ടുന്നത് ദൈവത്തിനോടുള്ള അഭ്യർത്ഥനയായിട്ടല്ല, മറിച്ച് അവിടെ തൻ്റെ രാജ്യത്തുള്ള മൈഗ്രൻസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശരീരത്തെ പീഡിപ്പിക്കുന്നതിന് രണ്ട് തരത്തിലാണ് അതിൻ്റെ അർത്ഥം ഒരു പുതിയ കാലഘട്ടത്തിൽ പെർഫോമൻസിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ നാം ഇപ്പം ഈ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് എനിക്ക് ബേസിക്കലി നമുക്ക് എല്ലാം അറിയാവുന്നവരാണ്. ഈ സായിപ്പ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മൂന്നാം ലോക രാജ്യത്തുള്ള ഈ ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന മനുഷ്യരെല്ലാം ഒരു പരിധിവരെ ഈ പറയുന്ന യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന അറിവിന് വേണ്ടി കണ്ണും തുറന്നിരുന്ന് അത് കാണാതെ പഠിച്ച് ഒരു അടിമത്തത്തിലൂടെ അറിവിൻ്റെയും ജ്ഞാനപരമായും ആശയപരമായും ഒക്കെയുള്ള അടിമത്തത്തിലൂടെ പുലരാൻ ഇഷ്ടപ്പെടുന്നവർ. പക്ഷേ എങ്ങനെയാണ് ഈ ലിപി നിഷേധിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ലോകമാകെയുള്ള സമൂഹങ്ങളുടെ അറിവ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് എങ്ങനെയാണ് ഈ അറിവിനെ ഒരാൾക്ക് മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിൽ നിന്നുകൂടിയാണ് ഈ പെർഫോമൻസ് പോയട്രി ആയാലും പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഏത് ആവിഷ്കാരങ്ങളായാലും ഉണ്ടാവുന്നത്. എനിക്കറിയില്ല, എൻ്റെ ശരീരമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന യുക്തി അതിന് അടിമത്തവുമായും അല്ലെങ്കിൽ ലോകത്ത് നിഷേധിക്കപ്പെട്ട ഭാഷകളുമായും സമൂഹങ്ങളുമായിട്ടുമൊക്കെ ബന്ധമുണ്ട്. അത്തരത്തിലാണ് അതിന് രാഷ്ട്രീയ
മൂല്യം കൈവരുന്നത് എന്നാണ് ഞാൻ ഇപ്പം എനിക്ക് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കറിയാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ശരീരം, രണ്ട് കവിത. നമ്മൾ കവിത പലപ്പോഴും മനസ്സിലാകാത്ത ഒന്നാണ്. ഞാൻ എൻ്റെ നമ്മുടെ ഫാമിലിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് അംഗീകാരം കിട്ടിക്കോട്ടെന്ന് കരുതി ഞാനൊരു കവിത എഴുതിയിട്ടു. ഇന്നലെ മുറ്റത്തെ മാവിൻ തണൽ തൂത്തു വെടിപ്പാക്കി, കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്നത് തൂക്കാൻ മറന്നു, ഇപ്പോൾ അത് ഇന്നലത്തേക്കാൾ ഭംഗിയായിരിക്കുന്നു. അപ്പോൾ ഒരു അമ്മാവൻ ചോദിക്കുകയാണ്, അതിന് ഞാനെന്ത് വേണം എന്ന്. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാകുന്ന കവിത നമ്മൾ ഏറ്റവും ലളിതമായി എഴുതിയാൽ പോലും മനസ്സിലാകാത്ത എന്തോ കവിതയിലുണ്ട്. അതുപോലെ തന്നെയാണ് നാം എല്ലാവരും ഈ സ്റ്റേജിൽ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ കൈവെക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് കൃത്യമായില്ല. കാരണം എൻ്റെ ശരീരം എൻ്റെ അബോധമാണ്. എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വെക്കുന്നു, ദേഹം തലകുലുക്കുന്നു, മൈക്ക് അങ്ങനെ അറിയില്ല, നിങ്ങൾ കാലാട്ടുന്നു, ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം, മൊഴിയുമ്പോൾ മാത്രം തിരിച്ചറിയപ്പെടുന്ന ഒരു അബോധമോ അറിവില്ലായ്മയോ ആണ് ശരീരം. അത് ചിലപ്പം ഒരു അടി കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും, ഓ എനിക്കൊരു ശരീരമുണ്ടല്ലോ എന്ന് നാം അറിയുന്നത്. അല്ലെങ്കിൽ നല്ല രസം കിട്ടുന്ന രതിയിൽ ഏർപ്പെടുമ്പോഴാവാം, അല്ലെങ്കിൽ രോഗം വരുമ്പോഴാവാം. പക്ഷേ നമുക്കങ്ങനെ പൊതുവായി പറയാൻ കഴിയില്ല. ഒരുപക്ഷെ സ്വന്തം ശരീരം ഒരു ഒബ്ജക്റ്റ് ആയിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപക്ഷെ മറ്റൊന്നായിരിക്കാം ശരീരത്തെക്കുറിച്ചുള്ള അവരുടെ, അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അനുഭവം അത് മറ്റൊന്നായിരിക്കാം. അതൊരു പക്ഷേ ഒരാണിനൊരു പക്ഷേ നിർവചിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അത്തരത്തിൽ ശരീരം എന്തായാലും ഒരു അപ്രത്യക്ഷമായ ഒരിടത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണ്. ആ അപ്രത്യക്ഷതയെ നമ്മുടെ എംബോഡിമെൻറ്റിലൂടെ, നമ്മുടെ മനോശരീരപരമായ ഒരു മൂർത്തീകരണത്തിലൂടെ അതിനെ ഉണ്ടാക്കുന്നിടത്താണ് ഒരുപക്ഷെ ഈ പറയുന്ന അതിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും അതിൻ്റെ ആവിഷ്കാരവും കിടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ ഈ ശരീരം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ ചരിത്ര പാരമ്പര്യം കൂടി നമുക്കുണ്ട്. അത് അയിത്തമായിട്ടാവാം, ശരിക്കും അത് വളരെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അധിനിവേശത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ശരീരം എന്തോ അടിയിൽ ഊറേണ്ട ഒന്നാണെന്നും മുകളിൽ മറ്റെന്തൊക്കെയാണെന്നുള്ളൊരു ഒരു ധാരണ കേരളത്തിൽ പടിപടിയായി കാലം കൊണ്ട് ഉറച്ചു വന്നിട്ടുണ്ട്. മലയാളികളെ കുറിച്ച് പൊതുവെ പറയാറുണ്ട്, വളരെ സ്റ്റിഫായ ബോഡിയാണ് മലയാളിയുടെ, അനങ്ങില്ല, ശരീരമായിട്ട് അനങ്ങി ഒന്ന് നൃത്തം ചെയ്ത് ഒന്ന് ആടാനൊക്കെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള മനുഷ്യരെക്കാൾ പ്രയാസം മലയാളിക്കുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നീ പറഞ്ഞ ഈ ഒരു എന്താ പറയുക, ശരീരത്തെ അറിയില്ല എന്നുള്ളത് ഒരു ചരിത്രമാനം കൂടി. അയിത്തം എന്ന് പറയുന്നത് തൊടാൻ പാടില്ലല്ലോ, ഒരാൾക്ക് വേറൊരാളെ തൊടാൻ പാടില്ല, അങ്ങനത്തെ ഒരു പാരമ്പര്യം കൂടിയായിരിക്കും ഈ ഒരു ശരീരത്തെ അറിയാത്ത ഒരു ജനതയാക്കി മലയാളിയെ മാറ്റിയത്. അങ്ങനെയെങ്കിൽ ആ ചരിത്രത്തെ തിരുത്തൽ കൂടിയാണ് അവതരണ കവിത. ശരീരത്തിൻ്റെ തുറസ്സുകൾ ആണ് വേറൊരു തരത്തിൽ കവിതയുടെ, ഈ പറയുന്ന അവതരണ കവിതയുടെ തന്നെ പുതിയ തുറസ്സുകളായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനം. എൻ്റെ മുമ്പിൽ ഈ അക്കങ്ങൾ അപായമണി മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ സമയമാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. ആര്യ ഗോപിയും വിഷ്ണുപ്രസാദും പറഞ്ഞ അവിടെ തുടങ്ങാം. വിർച്വൽ റിയാലിറ്റി, പ്രതീതി യാഥാർത്ഥ്യവും ആഗ്മെൻറ്റഡ് റിയാലിറ്റി, മെറ്റാവേഴ്സ്, ഇതൊക്കെ എങ്ങനെ പെർഫോമൻസ് പോയട്രി കൊണ്ടുവരാം, അതാണ് ആദ്യം സൂചിപ്പിച്ചത്. വിഷ്ണുപ്രസാദിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ കവിയുടെ ശരീരത്തിൽ തന്നെ കോഡ് ചെയ്യാം. കവിത കോഡ് ചെയ്തിട്ട് ഗൂഗിൾ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അത് ബോഡി കോഡിങ്, ബോഡി അൽഗോരിതം. നമ്മുടെ ശരീരത്തിൽ തന്നെ പോയട്രി ഒരു കവി അവിടെ വന്നിരിക്കുന്നു, നമ്മൾ വായിക്കുന്നു. ആ തരത്തിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വോയറിസ്റ്റിക് ഗെയ്സ് അല്ല ഇനി വരാൻ പോകുന്നത്. എല്ലാവരെയും കാണാം, ട്രാൻസ്പെറൻ്റാണ്. വോയറിസം നോ ലാംഗർ ഇനി ഇല്ല, അത്രയും ട്രാൻസ്പെറൻ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് രാമമാഷ് പറഞ്ഞ രീതിയിലാണ്, വളരെ സുതാര്യമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പെർഫോമൻസ് പോയിട്ടിയുടെ ഭാവി? മെറ്റവേഴ്സിൽ, വിർച്വൽ റിയാലിറ്റിയിൽ, ആഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ, ഒന്ന് രണ്ടുപേർക്കും പറയാം. ഈ നവസാങ്കേതിക വിദ്യയുടെ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കൈ നീട്ടിയാൽ തന്നെ നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ അറ്റ്മോസ്ഫിയർ ഒരു സ്ക്രീനായി മാറി അതിൽ നിന്നും എന്തും പോപ്പപ്പ് ചെയ്ത് വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് കാണാനും കേൾക്കാനും
അപ്പോൾ ദൃശ്യവും ശ്രാവ്യവും ഒക്കെ നമുക്കതിൽ നമുക്ക് മാത്രമായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ചെയ്ത പ്രൊജക്റ്റിൽ ഒരാളുടെ ഒരു കൈപ്പത്തി, ഒരു വിരൽ ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ആ സ്ക്രീനിൽ നിന്നും സ്വാഭാവികമായി നമ്മുടെ ഫോണിലൊക്കെ നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് പോലെ നമ്മൾ സ്പർശിക്കുക പോലും വേണ്ട, അങ്ങനെ ആ ടെക്നോളജി നമ്മുടെ ഈ ഈ ചൂണ്ടലിനെ സെൻസർ ചെയ്തിട്ടാണ് നമ്മളുടെ കവിത അതിലിങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മളുടെ ലോകം മാറിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കും അത് വലിയൊരു അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് നമ്മൾ എഴുതിയ കവിത ചൊല്ലുന്നു, ചൊല്ലിയ കവിത ആളുകൾ കേൾക്കുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് പലതരം ദൃശ്യ ചാരുത അതിൻ്റെ കൂടെ വരുന്നു, ശബ്ദം വരുന്നു, പ്ലസ് ഈ ഒരു നവസാങ്കേതിക വിദ്യയും അതിൽ ചേരുകയാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ മനുഷ്യൻ. കാരണം അത്രമാത്രം പരീക്ഷണങ്ങളാണ്, അൽഗോരിതങ്ങളിലായി മാറുന്ന പലതരം ചിന്താധാരകൾ ഇങ്ങനെ ഇവിടെ അത്രയും മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഈ പഴയ കാലത്തൊക്കെ നമ്മളുടെ മെറ്റബോളിസത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു ഈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ ഗോത്രവർഗ്ഗങ്ങളൊക്കെ അവർ പാടുകയും ആടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി ശരീരം ഇങ്ങനെ ഇളകുകയാണ്. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതവരുടെ എക്സസൈസ് ആയിരുന്നു, അവരുടെ ശരീരത്തിനൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് എവിടെയോ വെച്ച് നിന്നുപോയി. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ജനനത്തിനും മരണത്തിനും ജീവിതത്തിനും ഇടയിലെല്ലാം അവർ സ്വാഭാവികമായി ഇങ്ങനെ നീങ്ങി മൂവ് ചെയ്ത ഒരു ലോകം നമുക്കുണ്ടായിരുന്നു. അത് മാറി, അത് ഒരുപാട് മാറി. ഇപ്പോൾ നമ്മളൊന്ന് അനങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കും, അയ്യോ ഞാൻ ഈ കൈയെടുത്താൽ കാലെടുത്താൽ വർത്തമാനം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ലോകത്ത് തന്നെയാണ്. ഞാൻ ലേറ്റ് ആയിട്ട് വന്നത്, പക്ഷേ ഐ റിയലി എൻജോയ്ഡ് രാമനും വിഷ്ണുവും നിങ്ങളെല്ലാവരും പറഞ്ഞത്. പക്ഷേ അവസാനം രാമൻ പറഞ്ഞ പോയിന്റ് ശരീരം നിഷേധിക്കുക, അത് ശരിക്കും നടന്നത് ഫിലോസഫിയിലാണ്, ഡെക്കാർട്ടിൽ. മെത്തേഡ് ഓഫ് നെഗേഷൻ, അത് ഡെക്കാർട്ട് ഒരു ജോൺ ലോക്ക്, കാന്റ്, അങ്ങനെ ഹേഗൽ വരെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റപ്പെടുത്തരുത്, ഇത് ഭാഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അന്യം നിന്ന് പോയൊരു പ്രതിഭാസമാണ്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടെങ്കിലും ശരീരത്തിൽ നിന്ന് അന്യം, കാരണം ഈ അമൂർത്തമാക്കുന്നതാണ് ഭാഷയുടെ അടിസ്ഥാനം. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് കവിത. അതാണ് കവിത പ്രശ്നക്കാരനാവുന്നത് ഇവിടെ. അത് വളരെ ശരിയാണത്. എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് തോന്നുന്നു. നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് ശരീരത്തിൻ്റെ ഒരു നീട്ടലാണ് കവിത എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാബു തളിയത്തിപ്പം പറഞ്ഞത് അത് തന്നെയാണ്, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് അല്ലേ, ആ ഒരു ആശയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്ന് തോന്നുന്നു. ഒരു സർക്കിൾ പൂർത്തിയാവുകയാണ് ഇവിടെ. മാൻ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ യന്ത്രത്തുടർച്ച, നമ്മളിപ്പോൾ മൗസ് പിടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രീനിനെ. അപ്പോൾ അത്തരത്തിലൊരു ടാക്റ്റിക് എക്സ്പീരിയൻസും കൂടെ ഉണ്ട് നമ്മുടെ ഈ പറയുന്ന പെർഫോമറ്റീവിറ്റി എന്ന് പറയുന്ന ഒന്നിനകത്ത്. ഇനിയും ചോദ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ശരീര നിഷേധത്തിൻ്റെ ഒരു താത്വികമായൊരു തലമാണ് ബാബു സൂചിപ്പിച്ചത്. അതെ അതെ അതെ, തീർച്ചയായും. എന്തായാലും ഇതിൽ വളരെ ആരോഗ്യപരമായ ഒരു ചർച്ച നടന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഇത്തരം ആലോചനകൾ ഇനിയും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ശരീരത്തെ നീട്ടുന്നത് പോലെ തന്നെ നമ്മളെ സംവാദങ്ങളും നീളട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.